Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിൻ്റെ ഏറ്റവും പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണായ റെഡ്മി 10 ആണ്. അപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിട്ട് എനിക്ക് ഒന്ന് 1.5-2 ആഴ്ചയായി. നമുക്ക് ഇന്നാണ് ഡിവൈസ് കിട്ടിയത്. ഇത് ആക്ച്വലി ഒരു പുതിയ ബോക്സ് അല്ല, ഓൾറെഡി അൺബോക്സ്ഡ് ഡിവൈസാണ്. അതുകൊണ്ട് തന്നെ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് ഈ ഡിവൈസ് ഒന്ന് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. റെഡ്മിൻ്റെ പുതിയ ബഡ്ജറ്റ് സ്മാർട്ട് ഫോണാണ്. ഇതിൻ്റെ പ്രൈസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് 4GB 64GB വേരിയൻറ്റ് 10,999, അതായത് 11,000 റുപ്പീസാണ് വരുന്നത്. അതിനകത്ത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 680 ചിപ്പാണ്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ അൺബോക്സ് ചെയ്യുമ്പോൾ പറയാം. അപ്പോൾ അൺബോക്സിങ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ വളരെ ക്വിക്കായിട്ട് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തുറന്ന ബോക്സാണ്. ഇത് ഓൾറെഡി ആരും റിവ്യൂ ചെയ്തിട്ട് വന്നതാണ്, കാരണം നമുക്ക് ഫസ്റ്റ് ഇതിൽ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ റെഡ്മി 10 എഴുതിയാണ്, സ്നാപ്ഡ്രാഗൺ 680, 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഒരു നല്ല ഫീച്ചറാണ്, കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ 6000 mAh നല്ല രീതിയിൽ നമുക്ക് ലാസ്റ്റ് ചെയ്യും, 2 ദിവസമൊക്കെ ഈസിലി ലാസ്റ്റ് ചെയ്യും. പിന്നെ ബോക്സിൻ്റെ ബാക്കിൽ വീണ്ടും പ്രോസസ്സർ എഴുതിയിട്ടുണ്ട്, 6 നാനോമീറ്റർ ചിപ്പാണ്. പിന്നെ 50 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയാണ്. അതേപോലെ ഒരു 5 മെഗാപിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പോർട്രേറ്റ് ലെൻസാണ് വരുന്നത്. ഒരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ്. 6.71 ഇഞ്ച് ഡോട്ട് ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് സപ്പോർട്ടുണ്ട്. ഇതൊരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. പിന്നെ 2GB വെർച്വൽ റാം സപ്പോർട്ടുണ്ട്. ഹൈറസ് ഓഡിയോ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഡ്യുവൽ വോൾട്ടി വിത്ത് വോയിസ് ഓവർ വൈഫൈ. പിന്നെ ഡെഡിക്കേറ്റഡ് മൈക്രോ SD കാർഡ് സ്ലോട്ട് ഉണ്ട്, അതായത് 2 സിം കാർഡ് സ്ലോട്ടും ഒരു SD കാർഡ് സ്ലോട്ടും ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. UFS 2.2 സ്റ്റോറേജ് ആണ്. സ്പ്ലാഷ് പ്രൂഫ് നാനോ കോട്ടിംഗ് ഉണ്ട്. ഫിംഗർ പ്രിൻറ്റ് സെൻസറും ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് പറഞ്ഞിരിക്കുന്നത്. 3 കളറിലാണ് അവൈലബിൾ ആകുന്നത്. ഗ്രീൻ, ബ്ലൂ ആൻഡ് ബ്ലാക്ക് ആണെന്ന് എനിക്ക് തോന്നുന്നു. കരീബിയൻ ഗ്രീൻ എന്ന് പറഞ്ഞ കളറാണ് നമ്മുടെ ഉള്ളത്. 464 ഉണ്ട്, 6128 ഉണ്ട്. 6128ന് 12,999 വില, 13,000 രൂപയാണ് വില. അപ്പോൾ നമുക്ക് വളരെ ക്വിക്കായിട്ട് തുറക്കുമ്പോൾ തന്നെ ഇതിനകത്ത് ഫോണാണ് ആദ്യമിരിക്കുന്നത്. ഇത് ഓൾറെഡി തുറന്ന ഫോണായതുകൊണ്ട് ഞാൻ കാര്യമായി ഒന്നും പറയുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കൊരു പാറ്റേൺഡ് ഡിസൈനാണ് വരുന്നത്. ബോക്സിനകത്ത് വേറെ എന്തൊക്കെയാണെന്ന് കൂടി നോക്കാം. നമുക്കൊരു സിം ഇജക്റ്റ് പിന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഒരു മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ്. ഇതിനകത്ത് കേസ് കാണുന്നില്ല, കേസ് ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഇതിനകത്തൊരു 10 വാട്ട് ചാർജറാണ്, ഒരു വളരെ ബേസിക് 10 വാട്ട് ചാർജറാണ്. ഇത് ഡിവൈസ് 18 വാട്ട് സപ്പോർട്ട് ചെയ്യും, പക്ഷേ ഇവിടെ ബോക്സിനടുത്ത് കൊടുത്തിരിക്കുന്ന ഒരു 10 വാട്ട് ചാർജറാണ്. അതേപോലെ നമുക്കൊരു USB ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് Type-C ചാർജിങ് കേബിളാണ്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫോണിൻ്റെ ഡിസൈൻ ആസ്പെക്ട്സ് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രീനിലൊരു പാറ്റേൺ കാണാം. നമുക്ക് ഒരു പാറ്റേൺ കണ്ടില്ല, ലൈൻസ് ഉണ്ട്, ഒരു എന്താ സ്ലാൻഡിങ് ലൈൻസ് കാണാം ബാക്ക് പാനലിൽ. ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്. ഇവിടെ റെഡ്മീൻ്റെ ക്യാമറ സിസ്റ്റം കാണാം. ആക്ച്വലി ഡ്യുവൽ ക്യാമറ സിസ്റ്റമേ ഉള്ളൂ, എങ്കിലും 4 ക്യാമറേൻ്റെ പോലെ ഒരു LED ഇൻഡിക്കേറ്ററും ബാക്കി ഒരു ഡമ്മി യൂണിറ്റുമാണ് വരുന്നത്. റെഡ്മി ബ്രാൻഡിങ് കാണാം. 50 മെഗാപിക്സൽ ക്യാമറ നീതി കാണാം. ഇവിടെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാണാം. സൈഡ് മൗണ്ടഡ് അല്ല, ഫിംഗർ പ്രിൻറ്റ് സെൻസർ ബാക്ക് പാനലാണ് വരുന്നത്. പവർ ആൻഡ് വോളിയം കീസാണ് വരുന്നത്. ഇവിടെ നമുക്ക് സിം ട്രേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡെഡിക്കേറ്റഡ് SD കാർഡ് സ്ലോട്ടും ഇൻക്ലൂഡഡ് ആണ്. 3.5mm ഓഡിയോ ജാക്കും. പിന്നെ താഴെ നമുക്ക് USB Type-C പോർട്ടും മൈക്രോഫോണും സിംഗിൾ സ്പീക്കറാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്നത് ഒരു 6.7 ഇഞ്ചസ് HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഗൊറില്ല ഗ്ലാസ് 3 സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ ലാർജ് ഡിസ്പ്ലേ ആണ്. HD+ റെസൊല്യൂഷനേ വരുന്നുള്ളൂ, കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റ് ആയതുകൊണ്ട് HD+ വരുന്നുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ ക്വാൾകോമിൻ്റെ 680 ചിപ്പാണ് പവർ ചെയ്യുന്നത്. 4GB റാമും 6GB റാമും വേരിയൻ്റാണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത് കുഴപ്പമില്ലാത്ത ഒരു ഡിസ്പ്ലേ എന്ന് പറയാം, കാരണം ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കിട്ടാവുന്ന ഒരു HD+ റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതിന് ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല. പിന്നെ ഗൊറില്ല ഗ്ലാസ് 3 സപ്പോർട്ടും അത്യാവശ്യം ബേസിക് പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് MIUI 13 ആണ്. അത് നല്ലൊരു ഫീച്ചറാണ്, കാരണം ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് MIUI കിട്ടുന്നുണ്ട്. പക്ഷേ അതേസമയം തന്നെ Android 11 വരുന്നുള്ളൂ, Android 12 വരുന്നില്ല. ഈവൻ റെഡ്മിൻ്റെ ഈ വർഷത്തെ ഫോൺസ് എല്ലാം തന്നെ Android 11 ആയിരുന്നു. അപ്പോൾ അതന്നെയാണ് നമ്മൾ ഇവിടെയും കിട്ടുന്നത്, Android 11 ഉള്ളൂ. ഓൾ സ്പെക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 4GB + 1GB എക്സ്ട്രാ എന്താ പറയുക എക്സ്പാൻഡബിൾ ഓപ്ഷൻ ഉണ്ട്, അഡീഷണൽ റാം ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയറിൽ റെഗുലർ നമുക്ക് കിട്ടാവുന്ന എല്ലാ ഫീച്ചേഴ്സ് തന്നെ കിട്ടുന്നുണ്ട്. സ്പെഷ്യൽ ഫീച്ചേഴ്സ് പോയി കഴിഞ്ഞാൽ ഗെയിം ടർബോ, വീഡിയോ ടൂൾ ബോക്സ്, ഫ്ലോട്ടിംഗ് വിൻഡോസ്, ലൈറ്റ് മോഡ്, അതേപോലെ നമുക്ക് കിട്ടുന്ന ജസ്റ്റേഴ്സ്, മോഷൻസ്, അങ്ങനെ ഓപ്ഷൻസ് എല്ലാം തന്നെ ഉണ്ട്. പിന്നെ കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ MIUIൻ്റെ റെഗുലർ ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. പിന്നെ ഡിസ്പ്ലേൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു കാര്യം വിട്ടുപോയത്, ഇത് 60 Hz റിഫ്രഷ് റേറ്റ് ആണ്, 90 Hz അല്ല, 60 Hz ആണ്. സ്റ്റാൻഡേർഡ് റിഫ്രഷ് റേറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത് ഡേ ടു ഡേ ടാസ്കിൽ എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല. എങ്കിലും ഇതൊരു എൻട്രി ലെവൽ ചിപ്സെറ്റ്, അല്ലെങ്കിൽ പ്രോബബ്ലി ഒരു എൻട്രി ടു മിഡ് റേഞ്ച് ചിപ്സെറ്റാണ് സ്നാപ്ഡ്രാഗൺ 680. അതേപോലെ ഇത് 6 നാനോമീറ്റർ ചിപ്പാണ് വരുന്നത്.
പിന്നെ LPDDR4X റാമോ UFS 2.2 സ്റ്റോറേജും കൊടുത്തിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്, കാരണം പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ബഡ്ജറ്റ് സെഗ്മെൻ്റ് ആണെങ്കിലും പെർഫോമൻസിനെ കാര്യമായി എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ തന്നെ UFS 2.2 സ്റ്റോറേജ് സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ബഡ്ജറ്റ് സെഗ്മെൻറ്റിലായാലും നമ്മൾക്കൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് ഇതിനകത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരു എൻട്രി ലെവൽ ഡിവൈസാണ്. ഇനി ക്യാമറേൻ്റെ കാര്യം പറയാം. ഒരു ഡുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സൽ പ്രൈമറി സെൻസർ, ഒരു 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയാണ്, പിന്നെ ഒരു എന്താ പറയുക സെക്കൻഡറി ഡെപ്ത് സെൻസറും കൂടിയേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത് 1080p 30 FPS ഉള്ളൂ, വേറെ ഒന്നും തന്നെ ഓപ്ഷനില്ല. 720p ആണ്. പിന്നെ നമുക്ക് നൈറ്റ് മോഡ് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അത് നൈറ്റ് മോഡ് ഉണ്ട്, 50 മെഗാ പിക്സൽ മോഡ് ഉണ്ട്, പിന്നെ സ്ലോ മോഷൻ, ഷോർട്ട് വീഡിയോ, പോർട്രേറ്റ് ഉണ്ട്, പ്രോ മോഡും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്യാവശ്യം ബേസിക്കായ കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഇന്ന് ചെയ്യാവുന്നതാണ്. ഇനി കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി കാണാം. ഇതെല്ലാം Redmi 10 നടത്ത ക്യാമറ സാമ്പിൾസ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. കാരണം ഒരു 10 to 12K സെഗ്മെൻറ്റിൽ ഒരു ബേസിക്കായ ഒരു ഫീച്ചേഴ്സൊക്കെ വരുന്ന ഒരു ക്യാമറ നമുക്കിതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ഇനി ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 5000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു 18 watt ചാർജിങ് സപ്പോർട്ടഡ് ആണെങ്കിലും 10 wattൻ്റെ ചാർജറേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 18 wattൻ്റെ സെപ്പറേറ്റ് ഷവമിൻ്റെ അഡാപ്റ്റർ മേടിക്കേണ്ടി വരും. 10 watt ചാർജർ 5000 mAh ഓൾമോസ്റ്റ് 2 hours മുകളിൽ എടുക്കും ചാർജ് ചെയ്യാൻ. 2 hours 3 hours ഒക്കെ എടുക്കേണ്ടതാണ്, കാരണം അത്രയും ഒരു ഫാസ്റ്റർ ചാർജിങ് പ്രോട്ടോക്കോൾ അല്ല 10 watt. 18 watt ആണെങ്കിൽ പ്രോബ്ലി ഒരു 2 മണിക്കൂറിനകത്ത് തീരേണ്ടതാണ്. പക്ഷേ 10 watt അതിലേറെ സമയം തീർച്ചയായിട്ടും എടുക്കും. അപ്പോൾ ഇതായിരുന്നു നമുക്കൊരു Redmi 10ൻ്റെ ഒരു ഓവർവ്യൂ പറയുകയാണെങ്കിൽ. ഒരു ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ കുഴപ്പമില്ലാത്തൊരു ഡിവൈസാണ്. ഇൻ ഹാൻഡ് ഫീൽ നല്ലതാണ്, കുറച്ച് ലാർജ് ഡിവൈസാണ്. 6.7 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ ലാർജ് ഡിവൈസാണ്. അതേപോലെ നല്ല ബാറ്ററി ലൈഫും ഉണ്ട്. ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറയാണ്. പോരായ്മ എന്ന് പറയുകയാണെങ്കിൽ പ്രോബ്ലി HD+ ഉള്ളൂ 11,000 rupees കിട്ടുന്നതെന്ന് പറയുന്നത്. കാരണം പ്രൈസ് എല്ലാം ഇൻക്രീസ് ചെയ്താണ് ഇവിടെ നമുക്ക് HD+ കിട്ടുന്നുള്ളൂ. പിന്നെ Android 12 ഇല്ല എന്നുള്ള വേണമെങ്കിൽ ഒരു പോരായ്മയായിട്ട് പറയാം. ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ പ്രോബ്ലി അധികം ഫോൺസ് ഒന്നും തന്നെ Android 12 ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടില്ല ബഡ്ജറ്റ് സെഗ്മെൻറ്റിൽ, എങ്കിലും കൊടുക്കാമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതായിരുന്നു Redmi 10ൻ്റെ ഒരു ബ്രീഫ് അൺബോക്സിങ് ഓവർവ്യൂ ആണ് നമ്മൾ പറഞ്ഞത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.